Hello my dear students, welcome back to Human Resource Management 25th session. നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് മൊഡ്യൂൾ 3ൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെയിനിങ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 13 സ്റ്റെപ്പുകളാണ് ഈ ട്രെയിനിങ് പ്രോസസ്സിൽ വരുന്നത്. ഇതൊരു എസ്സേ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ട്രെയിനിങ് നടത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അസസ്മെൻറ്റ് ടു ട്രെയിനിങ് നീഡ്സ്. നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണ്? നമ്മൾ പറഞ്ഞിരുന്ന നേരത്തെ ഒരു കാര്യം, ട്രെയിനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. വൺസ് എ ടൈം ഒരു ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ എല്ലാം ആവില്ല. ഓർഗനൈസേഷനിൽ ഓരോ ടൈമിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് എന്തായാലും കണ്ടക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ ട്രെയിനിങ് പ്രോസസ്സ് നമ്മൾ എപ്പോഴൊക്കെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ ട്രെയിനിങ് നീഡ്സിൻ്റെ അസസ്മെൻറ്റ് നടത്തും. ഓക്കെ, സോ ആ അസസ്മെൻറ്റിലൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് ട്രെയിനിങ് നടത്തുക. അപ്പം നമ്മൾ ആ ട്രെയിനിങ്ങിൻ്റെ നീഡ്സ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ എത്രമാത്രം ആ നീഡ് ഉണ്ടെന്നുള്ളത് അനലൈസ് ചെയ്യാണ്. അത് നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ഇപ്പോൾ ഉള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ഫുൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള ഒരു ട്രെയിനിങ് നീഡ്സിനെ കുറിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷമാണ് നമ്മൾ ട്രെയിനിങ് പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അസസ്മെൻറ്റിൽ നമ്മൾ ഓർഗനൈസേഷനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ഓപ്പറേഷൻസിനെയും അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി ഒക്കെ അസസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഓർഗനൈസേഷനെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അതിനെ ബേസ് ചെയ്ത് അതിൻ്റെ റിസോഴ്സ് അലൊക്കേഷൻ, ആ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, നമ്മളുടെ ഗ്രോത്തിൻ്റെ പൊട്ടൻഷ്യൽ, നമ്മളുടെ ഗ്രോ ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓർഗനൈസേഷണൽ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ട്രെയിനിങ് നീഡാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഓപ്പറേഷൻ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളുടെ എംപ്ലോയീസിൻ്റെ ഓരോരുത്തരുടെയും ജോബ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഓരോ ജോബും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ജോബിൻ്റെ കണ്ടൻറ്റ്, അതിൽ ആ ജോബ് ചെയ്യാനുള്ള സ്കില്ല്, ആ ജോബിലുള്ള എംപ്ലോയീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അവർക്ക് ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട്, അതുപോലെ ആ ജോബ് ചെയ്യാനുള്ള അവരുടെ നോളേജ്, അവരുടെ വർക്ക് ബിഹേവിയർ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതാണ് ഓപ്പറേഷൻസ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുമ്പം നമ്മൾ ഓർഗനൈസേഷൻ അനാലിസിസ് നടത്തുന്നു, ഓപ്പറേഷൻസ് അനാലിസിസ് നടത്തുന്നു, അത് കഴിഞ്ഞാൽ മാൻ അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് അനാലിസിസ് നമ്മൾ നടത്തുന്നു. ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്ത് അവർക്ക് എന്താണ് ഒരു ചേഞ്ച് നോളേജിൽ, സ്കിൽസിൽ, ആപ്റ്റിറ്റ്യൂഡ്സിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളത് തീരുമാനിക്കുകയാണ് ഈ ഒരു അനാലിസിസിലൂടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അവർക്ക് കൂടുതലായിട്ട് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഇപ്പോൾ ഉള്ള സ്കിൽസ് കൂടാതെ അതിലിനി മെച്ചപ്പെട്ടതായിട്ടുള്ള രീതിയിലുള്ള മുൻകൂട്ടി കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള എന്ത് സ്കില്ലാണ് അവർക്ക് സ്കിൽ അപ്ഗ്രഡേഷൻ എന്താണ് വേണ്ടത്, അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കി എടുക്കുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ടെക്നോളജി ഒരുപാട് ചേഞ്ചസ് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയാണ്. ഏതൊരു ടെക്നോളജി ആയിക്കോട്ടെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ സ്കിൽസ് ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പുതിയ സ്കിൽസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മളത് എന്ത് ചെയ്യണം, അത് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ പുതിയ സ്കിൽസ് കിട്ടിയാൽ മാത്രമാണ് പിന്നീട് നമ്മുടെ എംപ്ലോയീസിനായാലും അവരുടെ ജോബ് ട്രാൻസ്ഫർ ആകുമ്പോൾ അവർ ആപ്റ്റായിട്ട് ആ ജോബിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് ചേഞ്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ടി വരുമ്പോഴും, ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ് എനി ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എനി ചാർജ്, ഇറ്റ് ഈസ് എനി ചേഞ്ച്. ഏതൊരു ഓർഗനൈസേഷനിലെ ചേഞ്ചസ് വരണമെങ്കിലും തീർച്ചയായിട്ടും അതിന് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രത്യേകിച്ച് നമ്മുടെ എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമേ ആ ചേഞ്ചസ് നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എംപ്ലോയീസിൻ്റെയൊക്കെ പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പെർഫോമൻസ് അപ്രൈസലിൽ ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് സാധാരണഗതിയിൽ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് താഴേക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതികളിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഓർഗനൈസേഷൻ അനാലിസിസ്, ഓപ്പറേഷൻ അനാലിസിസ്, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാൻ അനാലിസിസ് നടത്തി അസസ്മെൻറ്റ് ചെയ്ത് നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. എന്താണ് ആ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത? ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത കണ്ടെത്തി. ഓക്കെ, ആ ഒരു ട്രെയിനിങ്ങിൻ്റെ
നമ്മൾ കൊടുക്കാൻ പോകുന്നതിന് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വ്യത്യാസം. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അൺസ്കിൽ ലേബേഴ്സിന് ഡെവലപ്മെൻറ്റ് ഹയർ അതോറിറ്റീസിനും കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിനെയാണെന്ന് പറഞ്ഞു. പക്ഷേ ജനറലി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആദ്യം നമ്മൾ ട്രെയിനിങ്ങിൻ്റെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കണ്ടെത്തിയ ട്രെയിനിങ്ങിൻ്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ വൺസ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആ രീതിയിൽ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള നോളേജ്, സ്കില്ലുകൾ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ഓരോ എംപ്ലോയീസും അവരുടെ പ്രസൻറ്റ് പൊസിഷനിൽ അവർ കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, ഇൻഫർമേഷൻസ്, ടെക്നിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമ്മളുടെ ഈ എംപ്ലോയീസ് ഇനി ഫ്യൂച്ചറിൽ അവർക്ക് കിട്ടാൻ പോകുന്ന പൊസിഷനിൽ കറക്റ്റായിട്ട് ഓക്യുപ്പൈ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ലൈൻ ഓഫീസേഴ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ട്രെയിനിങ് എത്രത്തോളം സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ട്രെയിനിങ്ങിൻ്റെ പോളിസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിന് ഉചിതമായിട്ടുള്ള പോളിസീസാണ് ഉണ്ടാക്കേണ്ടത്. ഈ പോളിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള റൂൾസ്, പ്രൊസീജിയേഴ്സൊക്കെയാണ് പോളിസിയിൽ മെയിൻ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ട്രെയിനിങ്ങിൽ എന്ത് റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ട്രെയിനിങ് ഏത് സമയത്ത് ഏത് സ്ഥലത്ത് വെച്ചാണ് കൊടുക്കുന്നത്, നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രയോറിറ്റീസ് ആദ്യം കൊടുക്കേണ്ട എന്താണ്, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ആ രീതിയിൽ. പിന്നെ എംപ്ലോയീസിന് ട്രെയിനിങ് ടൈമിൽ റെമ്യൂണറേഷൻ പേ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, പിന്നെ ഔട്ട്സൈഡായിട്ട് പുറത്തുനിന്ന് നമ്മൾ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോളിസിയിൽ നമ്മൾ മെയിൻ ചെയ്യുന്നത്. അങ്ങനെ ആ പോളിസി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ ട്രെയിനിങ് നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത്, പോളിസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണ്. ഓക്കെ, സോ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ആ പ്രോഗ്രാം ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഓരോരുത്തരുടെയും ആ ട്രെയിനിങ്ങിൽ ഇൻവോൾവ് ആവുന്ന അതോറിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ മൊത്തത്തിലുള്ള ആൾക്കാരും അതിൽ ഇൻവോൾവ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പോളിസീസ് ഉണ്ടാക്കാനായിട്ടും ആ ട്രെയിനിങ്ങിൻ്റെ പ്ലാനിങ്, അതിന് പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും ട്രെയിനിങ്ങിൻ്റെ ബഡ്ജറ്റ്സ് ഉണ്ടാക്കാനൊക്കെ അവർ ഇൻവോൾവ് ആവും. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ട്രെയിനേഴ്സിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസും ട്രെയിനീസിന് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഫോം ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് മിക്കവാറും നമ്മളുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. പിന്നെ പല ഡെവലപ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ ഈ സൂപ്പർവൈസേഴ്സ്, ലൈൻ സൂപ്പർവൈസേഴ്സ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസിനെയാണ് നമ്മൾ ലൈൻ സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈൻ സൂപ്പർവൈസേഴ്സിന് പല ഡെവലപ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും, അതിനുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിന് അവർക്ക് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളതും, അതുപോലെ സജഷൻസ്, റിവിഷൻസ്, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇനി എന്തൊക്കെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡോക്യുമെൻറ്റേഷൻസ്, അത് ആരായിരിക്കും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതൊക്കെ അങ്ങനത്തെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ. ഇനി നമ്മൾ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനീസിൻ്റെ സെലക്ഷനാണ്. നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് എംപ്ലോയീസിനെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ പുതിയ എംപ്ലോയീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൾഡർ എംപ്ലോയീസ് ആയിരിക്കും, സ്കിൽഡ്, സെമി സ്കിൽഡ് എംപ്ലോയീസോ, അൺസ്കിൽഡ് എംപ്ലോയീസോ, സൂപ്പർവൈസേഴ്സോ, എക്സിക്യൂട്ടീവ്സോ, അങ്ങനെ പല രീതിയിലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ,
സോ ഇത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. ട്രെയിനർക്കും ട്രെയിനീസിനും പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ട്രെയിനറുടെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം അനുസരിച്ചിട്ട് ഈ പറയുന്ന റിസോഴ്സ് പേഴ്സൺ അവരാണല്ലോ ട്രെയിനേഴ്സ്, അപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രെയിനിങ്ങിൽ ഏതൊക്കെ ഷെഡ്യൂൾസിലാണ് അവർ ഇൻവോൾവ് ആവുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യണം. അതുമാത്രമല്ല അവർക്ക് നല്ല ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല റൈറ്റ് ട്രെയിനിങ് ടെക്നിക്സ് അവർ ആ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കുമ്പോൾ അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ അവർ ചെയ്യണം. ട്രെയിനീസ് എൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ട്രെയിനീസ് മെൻ്റലി ലേൺ ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്പീഡ്, അതുപോലെ തന്നെ ചില പ്രത്യേക പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ട്രെയിനിങ്ങിൽ മെൻ്റലി ഇൻവോൾവ് ആവാനുള്ള പ്രിപ്പറേഷൻസാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻസ് ഓഫ് ട്രെയിനിങ്. പിന്നെ അത് കഴിഞ്ഞാൽ 8ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ട്രെയിനിങ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ എംപ്ലോയീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയുള്ള ട്രെയിനേഴ്സാണ് റിസോഴ്സ് പേഴ്സണായിട്ട് വന്ന് ഇവിടെ ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, പേഴ്സണൽ മാനേജേഴ്സ്, ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെയൊക്കെയും അഡ്വൈസ് എടുത്തുകൊണ്ട് നമ്മൾ ആ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ട്രെയിനിങ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. ഇനി 9ാമത്തെ ഇതിൽ നമ്മൾ ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്യാണ്. അതിൽ നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ കണ്ടൻറ്റ്, അതിന് സപ്പോർട്ടീവായിട്ടുള്ള മെറ്റീരിയൽസ്, സ്റ്റഡി നോട്ട്സ്, കേസ് സ്റ്റഡീസ്, പാംപ്ലെറ്റ്സ്, ചാർട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു ബഡ്ജറ്റ്, ഓൾട്ടർനേറ്റീവ് ട്രെയിനിങ് പാക്കേജസിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്സ്, ഇതൊക്കെ ആ ട്രെയിനിങ് കോഴ്സിന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നു. ഇനി 10ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാനുള്ള റൂൾസ് ഫോർമേഷനാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ട്രെയിനിങ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാനായിട്ട് അതിനുള്ള റൂൾസ് നമ്മൾ എന്തായാലും ഫോം ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ആ റൂൾസിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യും. അതായത് നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്, ബ്രേക്ക് എപ്പോഴാണ്, ഓരോ സെഷൻ എത്ര സമയത്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പേഴ്സണൽ അറ്റൻഷൻ, എല്ലാ ട്രെയിനീസിനും നമ്മൾ പേഴ്സണലായിട്ടുള്ള ഒരു അറ്റൻഷൻ ആ പ്രോഗ്രാമിൽ കൊടുത്തിരിക്കണം. ഇപ്പം ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രെയിനീസിനെ കൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിംഗ് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുത്ത് ആ വർക്ക് കറക്റ്റ് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ എംപ്ലോയ്മെൻറ്റ്, അതായത് ട്രെയിനിങ് സമയത്ത് എംപ്ലോയി വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് ചെയ്യാനും അലോ ചെയ്യണം. കാരണം ഓൺ ദി ജോബ് ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണല്ലോ. സോ ആ രീതിയിൽ. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ ടെക്നിക്ക് ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയും റൂൾസിൽ പറഞ്ഞിരിക്കണം. പിന്നെ പ്രസൻറ്റേഷനാണ്. അതായത് ട്രെയിനർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ടൈമിൽ എന്താണ് പുതിയ നോളേജ് അല്ലെങ്കിൽ എന്താണ് പുതിയൊരു ഓപ്പറേഷനെ കുറിച്ച് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇലസ്ട്രേറ്റ് ചെയ്യണം. ഓരോ പോയിൻറ്റ്സും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ കീ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യണം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ട്രെയിനീസിന് അത് ശരിക്കും മനസ്സിലാക്കുന്ന രീതിയിൽ വേണം ട്രെയിനർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പറയുന്ന ട്രെയിനിങ്ങിൻ്റെ പെർഫോമൻസ് എക്സാമിനേഷനാണ്. അതായത് നമ്മൾ ഈ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് ട്രെയിനീസിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ജോബ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ജോബ്സ് അവർ പതുക്കെ ആയിരിക്കും ചെയ്യുക. കാരണം പുതിയതായിട്ട് ചെയ്യുന്നൊരു ജോബ് ആയതുകൊണ്ട് അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ പതുക്കെ അവരുടെ വർക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ അവരെ അസിസ്റ്റ് ചെയ്യിക്കുക. ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലൊക്കെയാണ് ഇത് കൂടുതൽ വരിക. പിന്നെ 13ാമത്തെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനീസിൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറയും. ആ ഫീഡ്ബാക്കിൽ അവർക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ഫോം ചെയ്തു, എന്തൊക്കെയാണ് പോരായ്മ തോന്നിയിട്ടുള്ളത്,
ഫ്യൂച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫീഡ്ബാക്കിൽ ചോദിക്കുന്നുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ട്രെയിനിങ്ങിൻ്റെ ഒരു അസസ്മെൻറ്റ്, ട്രെയിനിങ് എത്രത്തോളം അവർക്ക് ഉപകരിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ.